അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള വളരെ കൃത്യവും കണിശവുമായ വിശ്വാസത്തോടുകൂടെ ഇസ്രാ മിഅ്റാജിനെ സമീപിക്കുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പറയുന്നത് എന്നാരും ചോദിക്കേണ്ടതില്ല. കാരണം ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് വളരെ വ്യക്തമായി അള്ളാഹു തൻ്റെ കിതാബിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ പിൽക്കാലത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആല അതങ്ങനെ പറഞ്ഞത്. ശരിക്കും വ്യക്തമായി ഈ വിഷയം പരാമർശിക്കപ്പെടുന്നത് സൂറത്തുൽ ഇസ്രാഇൻ്റെ 1-ാമത്തെ ആയത്തിലാണ്. പക്ഷേ ആ ആയത്ത് മതി ഇത് മനസ്സിലാക്കാൻ. കാരണം ആ ആയത്തിൽ നമ്മളെല്ലാം സാധാരണക്കാരാണ്. സാധാരണക്കാരായ നമുക്ക് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിശ്വാസം ഈ സംഭവം പഠിക്കുവാനും കേൾക്കുവാനുമുള്ള പശ്ചാത്തലമാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആശയങ്ങൾ അതിലുണ്ട്. ഉദാഹരണമായി നമുക്കതൊന്ന് നോക്കാം. അള്ളാഹു പറയുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. അവിടെ സുബ്ഹാന ഇത് ശരിക്കും ഒരു എക്സ്ക്ലമേറ്ററി ഫീലിംഗ്, ഒരു ആശ്ചര്യ വികാരം ദ്യോതിപ്പിക്കുമ്പോൾ അറബിയിൽ പറയപ്പെടുന്ന ഒരു പ്രയോഗമാണ്. ആ പ്രയോഗം, ആ വാക്ക് അവിടെ ഉപയോഗിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും പിടികൊടുക്കാത്ത തരത്തിലുള്ള ഒരു യാത്രയായിരുന്നു എന്ന്. അതതിൻ്റെ സൂചനയാണ്. പിന്നെ മറ്റൊരു കാര്യം, അസ്റാ ബി അബ്ദിഹി ലൈലൻ എന്നാ പറയുന്നത്. അസ്റ എന്ന് പറഞ്ഞാൽ തന്നെ അറബിയിൽ രാത്രി നടത്തി, രാപ്രയാണം ചെയ്യിച്ചു എന്നാണ്. എന്നിട്ട് പിന്നെന്തിനാണ് ലൈലൻ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്? പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അതായത് രാത്രി മുഴുവനും ഈ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഈ രാത്രിയുടെ ഏതാനും ചെറിയൊരു സമയം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മറ്റൊന്ന്, മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, ഈ യാത്രയുടെ തുടക്കം മസ്ജിദുൽ ഹറാമിൽ നിന്നായിരുന്നു. ഇതിൻ്റെ ഈ നിശാപ്രയാണത്തിൻ്റെ അവസാനം മസ്ജിദുൽ അഖ്സയിലുമായിരുന്നു. മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും മുസ്ലിമീങ്ങളുടെ 2 ഖിബിലകളാണ്. അപ്പോൾ ഇത് ഖിബില എന്ന ആശയം, ആ ആശയം ദ്യോതിപ്പിക്കുന്ന ആദർശ ലോകം ഇവയുടെയെല്ലാം അകക്കാമ്പുമായി ബന്ധപ്പെട്ട ഒരു യാത്രയായിരുന്നു. കേവലം ഒരു യാത്രയല്ല, കേവലം ഒരു വിനോദയാത്രയല്ല, കേവലം ആ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയുള്ള ഒരു യാത്രയല്ല. മറിച്ച് ഇത് ആ അർത്ഥത്തിലുള്ള വളരെ അനിവാര്യമായ, പ്രത്യേകിച്ചും ഈ യാത്രയ്ക്ക് ഏറ്റവും അധികം ബന്ധമുള്ളത് പള്ളിയുമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ പള്ളി എന്തിനുള്ളതാണ്? നിസ്കരിക്കാനുള്ളതാണ്. നിസ്കാരം എന്ന് പറയുന്ന അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹ, വിശ്വാസികൾ അവരുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അതോടൊപ്പം തന്നെ 4-മതായി ഈ ആയത്തിലുള്ള ആശയം ലി നുരിയഹു മിൻ ആയാത്തിന എന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ കണ്ടിട്ടില്ലാത്ത പ്രവാചകന്മാരുടെ വിശദീകരണങ്ങളിൽ കേൾക്കുക മാത്രം ചെയ്ത കാര്യങ്ങൾ, സ്വർഗം, നരകം, മുൻകഴിഞ്ഞ പ്രവാചകന്മാർ, ബൈത്തുൽ മഅമൂർ, സിദ്റത്തുൽ മുൻതഹ, ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത ആ കാര്യങ്ങൾ, അതാണ് ആയത്തുകൾ. ആ ആയത്തുകളെല്ലാം കണ്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്, എൻ്റെ ദൗത്യം എന്താണ്, ആ ദൗത്യത്തിന് വേണ്ടി ഞാൻ എത്രമേൽ ത്യാഗം സഹിക്കേണ്ടതുണ്ട്, ഞാൻ എത്രമേൽ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, നബിക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു മാറ്റം
തൻ്റെ പ്രബോധന പഥത്തിൽ ഒരു ശക്തമായ മാറ്റം വരാനുണ്ട്. ആ മാറ്റത്തിലേക്ക് നബിയുടെ ജീവിതം കടക്കുകയാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ ഇത് ഇസ്രാവും മിഅ്റാജും എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു. അള്ളാഹു ആണ് കൊണ്ടുപോയത്. അതിലെന്തൊക്കെ തന്നെയും മനുഷ്യയുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്തതായി തോന്നുന്നുണ്ടോ അതെല്ലാം അള്ളാഹു എന്ന ശക്തിയുടെ പരമമായ നിർബന്ധമായ കഴിവുകളിൽപ്പെട്ടതാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് നാം ഈ യാത്രയിലേക്ക് കടക്കേണ്ടത്. ഇനി നമുക്ക് യാത്രയിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.